എടത്തിരുത്തി ചൂലൂരിൽ നിർധനനായി കഴിഞ്ഞിരുന്ന തമിഴ്നാട് സ്വദേശി മൂർത്തിക്ക് സുരക്ഷ ഒരുക്കി സാമൂഹ്യനീതി വകുപ്പ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ കോട്ടപ്പടി അഭയ ഭവനിലാണ് 64 വയസ്സുള്ള മൂർത്തിക്ക് അഭയം ഒരുക്കിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കയ്പമംഗലം ഭാഗത്തേക്കെത്തി ഉപജീവനത്തിനായി തൊഴിൽ ചെയ്തു വരികയായിരുന്നു മൂർത്തി. വാർദ്ധക്യത്തിന്റെ അവശതകളാൽ തൊഴിലെടുക്കുവാൻ സാധിക്കാതെ നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. കൂടാതെ പഞ്ചായത്ത് അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യധാന്യങ്ങൾ നൽകി പോന്നിരുന്നു. നടക്കുവാനും സംസാരിക്കുവാനും ബുദ്ധിമുട്ടുള്ള മൂർത്തിക്ക് മറ്റ് അവശതകൾ ഉണ്ടാകുന്നതിനു മുമ്പേ അഭയം ഒരുക്കുകയാണ് ചെയ്തത്. കാലങ്ങളായി ഈ പ്രദേശത്തുകാരുടെ സഹായത്തോടു കൂടി കുറേ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മുടെ അതിദരിദ്രരില്ലാത്ത കേരളം എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ അത് ലിസ്റ്റ് ഉൾപ്പെടുകയും അതേ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം ഉൾപ്പെടെയുള്ളത് ഈ നാട്ടിലെല്ലാവരുടെയും സഹായത്തോടു കൂടി പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി നൽകുകയും ചെയ്യാൻ സംഭവിച്ചു. എന്നാൽ അദ്ദേഹത്തിന് അന്തിയുറങ്ങുന്നതിന് ശരിയായിട്ടുള്ള ഒരു ഇടമില്ല. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അത്തരത്തിലുള്ളവർക്ക് സമാധാനമായിട്ട് അന്തിയുറങ്ങുന്നതിന് ഒരു ഇടം സൗകര്യപ്രദമായി ഒരുക്കി കൊടുക്കുക, ആരോഗ്യമില്ലാത്തവരെ സഹായിക്കുക. എടത്തുരുത്തി ചൂലൂരിൽ ഭാഗത്ത് വാട്ടർ ടാങ്കിന് താഴെ കഴിഞ്ഞിരുന്ന മൂർത്തിയെ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അറിയിപ്പിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപിന്റെ നിർദ്ദേശപ്രകാരമാണ് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ AV ഗിരിജ, സാമൂഹ്യനീതി വകുപ്പ് കൗൺസിലർ ദിവ്യ, കയ്പമംഗലം SI ഹരിഹരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയത്.